വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്ലെയിം സിമ്മിലാണ്. 2 മുട്ട പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിക്കണേ. അതിനകത്തൊരു സ്വല്പം കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ, എന്നിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ എഗ്ഗും ബീഫും കൂടി ഇട്ടിട്ടുള്ള ഒരു നൂഡിൽസാണ്. ഇത് എഗ്ഗ് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് കുരുമുളകും ഉപ്പും കൂടെ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ അങ്ങ് മുട്ട ഒഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് എങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ നൂഡിൽസ്. അപ്പോൾ അവർ 4 മണിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെയോ അവർക്കിത് വല്ലപ്പോഴൊക്കെ, എപ്പോഴും നമുക്ക് ഇതൊന്നും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണമല്ലോ. പിള്ളേർക്കാണേലും വലിയവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പം മുട്ട ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാവേ. മുട്ട ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒലിവ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. നമുക്ക് കുറച്ച് ക്യാരറ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് കുക്കാകണ്ട, ഒരു ക്രിസ്പി ആയിട്ട് കിടക്കണം ക്യാരറ്റൊക്കെ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഈ ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അതൊക്കെ ഒരു സ്വല്പം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. അതായിരിക്കും നല്ലത്. അത് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് നമുക്ക് ബീൻസ് ഇടണേ ബീൻസ് ഇടാം, ക്യാബേജ് ഇടണേ ക്യാബേജ് ഇടാം. ഞാനിപ്പം വെജിറ്റബിൾ ആയിട്ട് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ക്യാപ്സിക്കം ഇടാം. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ നൂഡിൽസ് ഒക്കെ നന്നായിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേവിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ചെയ്യണേ. ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇടയ്ക്കൊരു കുക്കിങ് അല്ലേ, അത് നല്ലതാണ്. ഇതൊന്ന് പാടി കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് കുക്ക് ചെയ്തങ്ങ് വല്ലാതെ അങ്ങ് ആക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് സോസ് കുറച്ച് ചേർക്കണേ. ഞാൻ സിമ്മിലോട്ട് ആക്കിയിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് ചേർത്തത്, 2 ടേബിൾ സ്പൂൺ. ഇനി ഒരു 1/4 സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന്, ഇത് ഡാർക്ക് സോയാ സോസാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചേർക്കാഞ്ഞത്. 1/4 ടേബിൾ സ്പൂൺ മതി. ടൊമാറ്റോ സോസ് ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഞാൻ കുറച്ച് ബീഫ് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ നൂഡിൽസ് വേവിച്ചിങ്ങനെ ഇതുപോലെ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഈ മിക്സിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ സിമ്മിലേ വെച്ചേക്കാവുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാവേ. കുറച്ചൊന്ന് കട്ട പിടിച്ചിരിക്കും അല്ലേ, അത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ വല്ലതും ഇങ്ങനെ നാക്കി കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഈ എഗ്ഗും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാവുന്ന ബീഫ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് കൂടെ ചേർക്കണമെങ്കിൽ ഇപ്പോൾ ക്യാപ്സിക്കോ ബീൻസോ ക്യാബേജോ ഒക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് ക്യാരറ്റ് മാത്രം ഇട്ടങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ബീഫും എഗ്ഗും ഒക്കെ ചേർന്നുകൊണ്ട് പ്രോട്ടീനും എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്